ഹായ് ഗൈസ്, ട്രിപ്പ് ആൻഡ് എപ്പിക് വിത്ത് ശരത്തിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം. നിങ്ങൾ മിറക്കിളിൽ വിശ്വസിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണണം. അപ്പോൾ ഇന്ന് നമ്മളുള്ള ദുബായിലുള്ള മിറാക്കിൾ ഗാർഡനിലാണ്. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന മിറാക്കിൾ ഗാർഡൻസിലെ കാഴ്ചകളാണ്. ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളായിട്ട് അത്രയ്ക്ക് സെറ്റപ്പായിട്ടാണ് ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏതോ സിനിമകളിലൊക്കെ കണ്ട പോലെയാണ്. ഈ കാർട്ടൂൺ സിനിമകളൊക്കെ ഉണ്ടല്ലോ, അതിനുള്ളിൽ ഈ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന CG വർക്കുകളോ അല്ലെങ്കിൽ അനിമേഷൻ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അനിമേഷൻ വീഡിയോസിലൊക്കെ ഉള്ള പോലെയാണ് ഇവിടെ ഇവർ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് എവിടെ തുടങ്ങണമെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. കാരണം എങ്ങോട്ട് നോക്കിയാലും ഫ്ലവേഴ്സ് വെച്ചിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഫ്ലവേഴ്സ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഓരോരോ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളാണ്. അപ്പോൾ ഞാൻ എവിടെ ക്യാമറ വെച്ച് അല്ലെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ്. കാര്യം നമുക്കത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയ്ക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നറിയില്ല. പക്ഷേ ഇവിടെ വരണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റില്ല. നമ്മൾ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല. അതുപോലെയാണ് ഇവർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചെറിയ ചെറിയ കൊട്ടാരങ്ങൾ, അതുപോലെ പല ഡെക്കറേഷൻസിനും നമ്മൾ ജീവിതത്തിൽ ഇന്ന് വരെ അല്ലെങ്കിൽ ഒരു വീഡിയോയിലോ ഫോട്ടോയിലോ പോലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഫ്ലവേഴ്സുകൾ വരെ ഇവിടെ ഉണ്ട്. അപ്പം അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ദുബായിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ദുബായിലുള്ളവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. കാരണം ഇവിടെ എൻട്രൻസ് ഫീ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു 60 ദിർഹം പേ ചെയ്യണം. നിങ്ങളിവിടെ ദുബായിൽ താമസിക്കുന്നവരാണെങ്കിൽ വർക്കിനും കാര്യങ്ങൾക്കുമായിട്ട് ഇവിടെ ഉള്ള ആളാണെങ്കിൽ ഒരു 60 ദിർഹം 60 ദിർഹം പേ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ഔട്ട്സൈഡേഴ്സ് ആണെങ്കിൽ നിങ്ങൾ വിസിറ്റിന് വരികയാണെങ്കിൽ ടൂറിസ്റ്റ് വിസയിലാണെങ്കിൽ നിങ്ങളൊരു 100 ദിർഹത്തോളം പേ ചെയ്യേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ ഗൈസ്, നമ്മൾ ഇത്തരം കാഴ്ചകളൊക്കെ നമ്മൾ ഈ അനിമേഷൻ സിനിമകൾ, ഹോളിവുഡ് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളൂ. നേരിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത്. കാരണം ഞാൻ വേറെ ഏതോ ഒരു ലോകത്ത് എത്തിപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ഈ കാർട്ടൂൺ സിനിമകളിൽ നമ്മൾ അതിലെ ഒരു കഥാപാത്രം എന്നുള്ള രീതിയിലേക്കൊക്കെ നമ്മുടെ മനസ്സും ശരീരവും ചിന്തയൊക്കെ എത്തുന്നു. കാരണം അതുപോലെയാണ് ഇതിനുള്ളിൽ കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ്, ആ ഒരു വൈബ് ഗേഷ്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പ്രായമായവരോ കുട്ടികളെയൊക്കെ കൊണ്ട് പോകാനായിട്ട് ഇത് കാഴ്ചകൾ കാണാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇതിനുള്ള ചെറിയ വണ്ടി സൗകര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ പുറകിൽ കാണാൻ പറ്റും 2 കുതിരയുടെ വലിയ ഒരു ഷേപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രൂപം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ ഇവർ ചെറിയ നമ്മൾ ഈ പുൽത്തകടിയൊക്കെ ഇല്ല അവിടെ സെറ്റ് ചെയ്യുന്ന സൈറ്റിലുള്ള പുല്ല് ഇതിന് മേലെ ഈ രൂപത്തിന് മേലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഏകദേശം ഈ കുതിരയുടെ ഈ രൂപത്തിന് ഒരു 2 നില കെട്ടിടത്തിൻ്റെ അത്രയും ഉയരമാണ്. എനിക്ക് തോന്നുന്നു അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. കുട്ടികൾക്ക് ഇവിടെ കളിക്കാനുള്ള ചെറിയൊരു പ്ലേ സ്റ്റേഷൻ പോലെ ഉണ്ട് സംഭവം. കുട്ടികളെ കൊണ്ട് വന്നാലും നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്ന, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാനും അതുപോലെ കൂൾ ഡ്രിങ്ക്സ് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരുപാട് ടീ ഷോപ്പുകളും ഐസ്ക്രീം ഷോപ്പുകളും അങ്ങനെ എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ട് വന്നാൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും നേരിടില്ല ഗൈസ്. അതുപോലെ തന്നെ ഇത് വെറും ഒരു ഗാർഡൻ അല്ല കേട്ടോ. ഈ ഗാർഡൻ ഒരു വേൾഡ് റെക്കോർഡ് കൂടെ ഉണ്ട്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിദത്തമായിട്ടുള്ള ഗാർഡൻസാണ് ദുബായിലുള്ള ഈ മിറാക്കിൾ ഗാർഡൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഏകദേശം 120 ഇനങ്ങളിലുള്ള 150 ദശലക്ഷത്തിലേറെ പൂക്കളുണ്ട് ഈ ഗാർഡൻസിൽ എന്ന് പറയുന്നത്. കാരണം നമുക്കത് വിശ്വസിക്കാൻ പറ്റുമോ? കേട്ട് കഴിഞ്ഞാൽ പോലും വിശ്വസിക്കില്ല. ഈ മയിലിൻ്റെ ഷേപ്പ് ഇവർ ഉണ്ടാക്കിയ ശേഷം എനിക്ക് തോന്നുന്നു
ഇരുമ്പ് കൊണ്ടോ തടി കൊണ്ടോ എങ്ങാണ്ടാണ് അവരത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിനുശേഷം അവരതിൽ ഫ്ലവർ, ഒറിജിനൽ ഫ്ലവറാണ് കേട്ടോ, ഇത് പ്ലാസ്റ്റിക് ഒന്നുമല്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല കണ്ടിട്ട്, കാരണം നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ ആണോ നമുക്ക് തന്നെ സംശയമുണ്ട്. പക്ഷേ ഒറിജിനൽ ഫ്ലവേഴ്സാണ് ഇതെല്ലാം. ഇങ്ങനെ ഡിസൈൻ ചെയ്ത് ഇത്രയും വലിയ സ്ഥലത്ത് ഇങ്ങനെ ഒരു സെറ്റപ്പിൽ ശരിക്കുള്ള ഫ്ലവേഴ്സ് കൊണ്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ഒരു പാർക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് കാരണം നമ്മൾ ഓട്ടോമാറ്റിക്കലി ഏതൊരു മനുഷ്യനും ചിന്തിച്ചു. പക്ഷേ എങ്കിൽ ഇത് പ്ലാസ്റ്റിക് അല്ല, ഇത് ഫുള്ള് ഓർഗാനിക് ഒറിജിനൽ ഫ്ലവേഴ്സാണ്. നിങ്ങളിത് കണ്ടോ, ഇത് അമ്പർല വെച്ച് നമ്മുടെ കുടയുണ്ടല്ലോ, കുട വെച്ചിട്ട് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. പല നിറത്തിലുള്ള കുടകൾ ഒരു കവാടം പോലെ ആക്കിയിട്ട് അതിനുള്ളിൽ പൂക്കൾ, ചെടികൾ നട്ടിട്ട് അതിമനോഹരമായിട്ട് സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട, നമ്മൾ ഓരോ സെക്കൻഡ് കഴിയും തോറും ഇതിനുള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇതാ ഇവിടെ ഒരു ചെറിയ തോണിയുടെ സെറ്റപ്പ് ഇവരാക്കി വെച്ചിട്ടുണ്ട്. ആ തോണി ഇവിടെ ഒരു ചെറിയ ഒരു വാട്ടർ മൗണ്ടൻ പോലൊരു സാധനം, അതുപോലെ അതിനുള്ളിലാണ് ഇവർ ഈ യന്ത്രം ഫിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളേതോ രാജമൗലിയുടെ ഒരു സിനിമയുടെ സെറ്റിൽ പോയ ഒരു അവസ്ഥ കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഗെയ്സ്, ഇവിടെ വലിയൊരു മറ്റൊരു കാഴ്ചയുണ്ട്. നിങ്ങളാരും സ്വപ്നത്തിൽ പോലും ഇമാജിൻ ചെയ്യാത്ത വേറൊരു കാര്യമുണ്ട്. ഞാനത് കാണിച്ചു തരാം, ഞാൻ അതിനെക്കുറിച്ച് പറയാം. വീഡിയോ പോകെ ഞാനത് കാണിക്കും. ആ സംഭവം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരും വീഡിയോയിലൂടെ. ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഓരോ അടി മുന്നോട്ട് വെക്കുമ്പോൾ നമുക്ക് ഓരോരോ അത്ഭുതങ്ങളാണ് ഇവരിവിടെ ആക്കി വെച്ചിരിക്കുന്നത്. ആനിമേഷൻ കാർട്ടൂണിലോ ബുക്കിലോ മാത്രം കണ്ട് ശീലിച്ച, അല്ലെങ്കിൽ നമ്മൾ കണ്ട് നമ്മളെ ഞെട്ടിച്ച കാര്യങ്ങൾ നമുക്ക് മുന്നിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ള ഒരു പ്ലസ് പോയിൻ്റാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഇതൊക്കെ എന്ത് ഫ്ലവറാണ് എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഇതൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഗെയ്സ്, അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ദുബായിൽ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും കാണേണ്ട ഒരു മെയിനായിട്ടുള്ള 5 സ്ഥലങ്ങളിൽ ഒന്ന് ഈ മിറാക്കിൾ ഗാർഡനാണ്. അത് ഞാൻ ഗ്യാരണ്ടി തരും, നിങ്ങൾക്കത് നഷ്ടം ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ഗെയ്സ്, മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബെസ്റ്റ് ടൈം, വിസിറ്റിംഗ് ടൈം എന്ന് ഇവർ പറയുന്നത് മോർണിംഗ് ഒരു 7 to രാവിലെ ഒരു 10 o'clock വരെയാണ്. അതുമല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട്. നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ മാക്സിമം ഈവനിങ് 4 o'clock കഴിഞ്ഞിട്ട് വരാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡേ ടൈമും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഒരു 6 മണിക്ക് ശേഷം നമുക്ക് നൈറ്റുള്ളൊരു വൈബും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് എൻ്റെ ചുറ്റും കാണാം, ഈ ഗാർഡൻസ് മൊത്തം ലൈറ്റ് കൂടെ ഇവർ ഓൺ ചെയ്യും. കാരണം ഡേ ലൈറ്റ് പോയി കഴിയുമ്പോൾ ഫുള്ള് ഓരോ പൂക്കളുടെ ഇടയിലും, അതുപോലെ ഓരോ ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു രൂപങ്ങൾക്കിടയിലുമൊക്കെ ഇവർ പല നിറത്തിലുള്ള പല ഡിസൈനുള്ള ലൈറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ലൈറ്റ് കൂടെ, ആ ഒരു വിഷ്വൽ കൂടെ നിങ്ങളൊരു 4 മണിക്ക് ശേഷം വരുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാൻ പറ്റും. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ഫാമിലി ആയിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഗൈസ്, ഞാൻ നിങ്ങളുടെ അടുത്ത് മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, നിങ്ങൾക്കിവിടെ ഒരു ഞെട്ടിപ്പിക്കുന്ന, നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാഴ്ച ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. നിങ്ങൾ മൈൻഡിൽ പോലും ഇമാജിൻ ചെയ്യാത്ത, നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ച ഇവിടെ ഉണ്ടെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു. നിങ്ങളത് കാണിച്ചു തരാമെന്നും ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ എൻ്റെ പുറകെ ആ കാഴ്ച ഇങ്ങനെ നിവർന്ന് നിൽക്കുന്നു. അതായത് നിങ്ങൾ കാണാൻ പറ്റുമായിരിക്കും, ഇതൊരു ശരിക്കുള്ള ഫ്ലൈറ്റാണ്, എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റാണിത്. ഇവർ ഈ ശരിക്കുള്ള ഫ്ലൈറ്റ് ഇവിടെ കൊണ്ടുവന്ന ശേഷം ഇതിൽ ഫ്ലവർ വെച്ച് അലങ്കരിച്ച്, നമ്മൾ രാമായണത്തിലൊക്കെ ഉള്ളതുപോലെ പുഷ്പക വിമാനം എന്ന് കേട്ടില്ല, ഇത് പുഷ്പക വിമാനം എന്നല്ല, ഇവർ എമിറേറ്റ്സിൻ്റെ പുഷ്പക വിമാനം എന്ന് പറയാം. അപ്പോൾ ഒരു ഫ്ലൈറ്റ് കൊണ്ടുവന്നിട്ട് ആ ഫ്ലൈറ്റ് മൊത്തം ഫ്ലവർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ സത്യം പറ, ശരിക്കും ഞെട്ടിയില്ലേ നിങ്ങൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് കണ്ടിട്ട്? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിനടിയിൽ ഒന്ന് എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു, ഫ്ലൈറ്റിനടിയിൽ. പക്ഷേ ഇവർ ശരിക്കും ഇവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു 3-4 മണിക്കൂർ എങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ
അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റുള്ളൂ. അത് തന്നെയല്ല ഇത് ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ സ്പെഷ്യൽ ഒരു പാർക്കിലാണ്. ഇവിടെ പല സംഗതികളുണ്ട് കുട്ടികൾക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയതായിട്ടുള്ള. ഈ പുള്ളി ഒരു കുട്ടിയല്ലെങ്കിലും പുള്ളി ഇവിടുത്തെ സ്റ്റാഫാണ്. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഡിസ്നി ക്യാരക്ടറുകളുണ്ട്, കാർട്ടൂൺ ക്യാരക്ടറുകളുണ്ട്. കുട്ടികൾക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ ഇവിടെ പറ്റും. അതുപോലെ ഗൈസ്, നിങ്ങൾ ദുബായിൽ വന്നിട്ട് ഈ പാർക്കിലേക്ക് നിങ്ങൾക്ക് വരണം എന്നുണ്ടെങ്കിൽ മാൾ ഓഫ് എമിറേറ്റ്സ് സ്റ്റേഷനിൽ, മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം പുറത്ത് ബസ് സ്റ്റേഷൻ ഉണ്ട്. അതും അല്ലെങ്കിൽ മാൾ ഓഫ് എമിറേറ്റ്സിൽ നിങ്ങൾക്ക് ടാക്സി വഴി വരാൻ പറ്റുന്നതാണ്. ടാക്സിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു 40-45 ദിറം പേ ചെയ്യണം. ഇപ്പോൾ ബസ്സിനാണ് വരുന്നതെങ്കിൽ നിങ്ങൾ 5 ദിറത്തോളേ ഉള്ളൂ നിങ്ങൾക്ക് പേ ചെയ്യേണ്ടത്. ഗൈസ്, അപ്പം ഇവിടുത്തെ ലൈറ്റൊക്കെ ഓണായി കഴിഞ്ഞിരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ, ഒരു രക്ഷയില്ല. ഡേയെക്കാട്ടിലും മനോഹരമായിട്ട് എനിക്ക് തോന്നുന്നത് നൈറ്റാണ്. അതുപോലെ തന്നെ ഗൈസ്, നൈറ്റ് വിഷ്വൽ ഒരു രക്ഷയില്ല കേട്ടോ. ഡേയെക്കാട്ടിലും ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത് ഇഷ്ടപ്പെട്ടത് നൈറ്റ് ഉള്ള ഒരു ആംബിയൻസ് ആണ്. രാവിലെ 7 മണിക്ക് ശേഷം നിങ്ങൾക്ക് ഇവിടെ എൻട്രി ചെയ്യാം. അതുപോലെ തന്നെ രാത്രിയിൽ 11 മണി വരെ നിങ്ങൾക്കിവിടെ ടൈം സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ഞാനൊരു 4 മണിയായപ്പോൾ ഇവിടെ എത്തിയാണ്. ഇപ്പോൾ സമയം ഒരു 7:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മിറാക്കിൾ ഗാർഡൻസിലെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫോളോ ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലമായിട്ട് കാണാം. ബൈ ബൈ.